ഡി പാർവതി, എവിടെയടിയ മനോഹരൻ? കുറെ നേരമായാലും ഇവിടുന്ന് പോയിട്ട്. കല്യാണമല്ലേ, ഇനി അത് കഴിയാതെ അങ്ങേരാരും പ്രതീക്ഷിക്കണ്ട. ചെലവ് മുഴുവൻ ആ ചന്ദ്രനിലേക്ക് ഏറ്റതല്ലേ. പിന്നെന്തിനാ ഇവനിങ്ങനെ പരക്കം പാഞ്ഞു നടക്കുന്നത്? കാശിനുള്ള ഓട്ടത്തിന്റെ ആവശ്യം ഇനിയില്ലല്ലോ. ആർക്കറിയാം അമ്മേ, ഞാനിതൊന്നും ചോദിക്കാറില്ലെന്ന് അമ്മയ്ക്കറിയില്ലേ? അങ്ങേരുടെ മട്ടും ഭാവവും കണ്ടാ തോന്നും ദേവിക സ്വന്തം മോളാന്ന്. കുടുംബസ്നേഹമുള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ മനോഹരേട്ടൻ ചെയ്യുന്നത്? മരുമോളുടെ കല്യാണം നടത്തുന്നതിന് പകരം മോളുടെ കല്യാണമല്ലേ നടത്തേണ്ടിയിരുന്നത്? മനോഹരേട്ടന് ദേവികയോട് മാത്രമല്ലേ ഇഷ്ടമുള്ളത്? തെറ്റ് പറ്റിയത് നമുക്കാ പാർവതി. നമ്മുടെ സുതിമോൻ നമ്മളെ വിട്ടു പോയപ്പോ ആ നിമിഷം അവളെ ഒഴിവാക്കണമായിരുന്നു. ഈ വീട്ടിൽ നിൽക്കാൻ എന്ന് സമ്മതിച്ചോ അന്ന് തീർന്നു നമ്മള്. ഇനിയിപ്പോ പഴംപുരാണം പറഞ്ഞിട്ട് എന്താ അമ്മേ കാര്യം? എങ്ങനെയെങ്കിലും ആ കല്യാണം ഒന്ന് നടക്കട്ടെ, അതോടെ തീരൂല നാശം. പിന്നെ ഒരിക്കലും അവളെ ഈ വീട്ടിൽ കയറ്റരുത്. മനോഹരൻ അതിന് ശ്രമിക്കും, നീ സമ്മതിച്ചു കൊടുക്കരുത്. ഞാൻ സമ്മതിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോ സുധിമോന്റെ വിധവയാണെന്നെങ്കിലും പറയാം. വേറൊരുത്തന്റെ ഭാര്യയായ അതും തീർന്നു. പിന്നെ ഈ വീടുമായിട്ട് അവക്കൊരു ബന്ധം ഉണ്ടാവില്ല. ഞാനതിന് സമ്മതിക്കുകയില്ല. ഞാനും നിന്റെ കൂടെ തന്നെയാ. ഇനി ഈ വീടിന് ദേവികയെ വേണ്ട. ബാധ കേറിന്ന് ശരത്തുമോൻ പറഞ്ഞത് വെറുതെയാണെന്നൊന്നും വിചാരിക്കണ്ട. അതൊക്കെ ഉള്ളത് തന്നെയാ. അതിന്റെ ദോഷം ഇനി അനുഭവിക്കാൻ പോകുന്നത് ആ വക്കീലും അയാളുടെ വീട്ടുകാരുവാ. അനുഭവിക്കട്ടെ അമ്മേ, നമുക്കെന്താ? നമ്മുടെ തലേന്ന് പോവുമല്ലോ. നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി. അതെ അതെ. ആ, നീ ചോറായെങ്കിൽ കുറച്ചെടുക്ക. വല്ലാത്തൊരു പരവേശം. ഹലോ വിശാൽ. ഡോക്ടർ. വിശാൽ എന്താ ഇവിടെ? എനിക്കൊരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് കഴിഞ്ഞോ? ആരോഗ്യത്ര പോരാ, മരുന്നില പിടിച്ചിരിക്കുന്നത്. ഞാനിവിടെ ജോയിൻ ചെയ്യാം വിശാൽ. അതേതായാലും നന്നായി. ഇനി എൻ്റെ ആരോഗ്യം ഡോക്ടറെ ഏൽപ്പിക്കാമല്ലോ. അതിനെന്താ, റിപ്പോർട്ട്സ് എനിക്ക് തന്നാ മതി, ഞാൻ നോക്കാം. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കൊന്നും ഒരു കൈയും കണക്കില്ല ഡോക്ടർ. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അസുഖം മാറില്ല. ആരോഗ്യം വീണ്ടെടുക്കാവുന്ന പ്രതീക്ഷ എനിക്കില്ല. കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും, ഡോക്ടറും രോഗിയായ ഞാനും. എല്ലാം നമുക്ക് ശരിയാക്കാം വിശാലെ. ഈ മെഡിക്കൽ സയൻസിന്റെ പ്രത്യേകത എന്താണെന്നറിയാലോ? എന്ത് അസുഖം ഉണ്ടെങ്കിലും അതിന്റെ കാരണം ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാ. രോഗത്തിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയാൽ അതിനുള്ള മരുന്നും തരാൻ പറ്റും. വിശാല് ചെറുപ്പമല്ലേ, എന്ത് അസുഖമാണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ വിശാലിനെ ഇപ്പൊ കണ്ടത് എന്തായാലും നന്നായി. പരിചയമുള്ള ഒരാളെങ്കിലും കാണണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. പുതിയ സ്ഥലമാണ്, അപരിചിതത്തെ ഒഴിവാക്കാൻ ഒരു മുൻപരിചയം നല്ലതാണല്ലോ. അല്ല, ഡോക്ടർ ഒപിയിലേക്കാണോ? അല്ല, ആദ്യം MD ഒന്ന് കാണണം, സൈൻ ചെയ്യണം, എന്നിട്ടേ ഒപിയിലേക്ക് വരൂ. നമുക്ക് അവിടെ കാണാം. ശരി, ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഈ ആശുപത്രിക്ക് നല്ലൊരു ഡോക്ടറെ കിട്ടി. എത്ര കാലം എന്നൊന്നും അറിയില്ല. ഞങ്ങളുടെ ആശുപത്രി തുറക്കാൻ പറ്റിയ അപ്പം ഞാൻ റിസൈൻ ചെയ്യും. അപ്പോ ഞാനും അങ്ങോട്ട് വരും, ഡോക്ടറുടെ ആശുപത്രിയിലേക്ക്. ഇനി താങ്കൾ എന്റെ ഡോക്ടർ. എന്നാ ശരി, ഒപിയിൽ കാണാം. ഓക്കെ. ഗുഡ് മോർണിംഗ് സാർ. ഡോക്ടർ നിരഞ്ജൻ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയും സർ. എക്സ്ക്യൂസ് മീ സർ. യെസ്, ഇരിക്കും. താങ്ക് യു. വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഡോക്ടറെ ഞാനിപ്പോ. ഡോക്ടറെ പോലെ ഒരാളെ കിട്ടുന്നത് ഏത് ഹോസ്പിറ്റലിനും ഒരു അനുഗ്രഹമാണ്. നല്ല കഴിവും പ്രാക്ടീസും ഉള്ളൊരു ഡോക്ടറെ ആരാണ്
അതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഡോക്ടറെ. എന്തു പറ്റി സർ? കേട്ടാ ഡോക്ടർ ചിരിക്കും, എന്നെ പുച്ഛിക്കും. പക്ഷേ ലോകം ഇങ്ങനെയൊക്കെയാണ് ഡോക്ടറെ. പണമാണ് ഏതൊരു സ്ഥാപനത്തെയും നിയന്ത്രിക്കുന്നത്. പണത്തിന് ആരെയും വിലയ്ക്ക് വാങ്ങാനുള്ള ശക്തിയുണ്ട്, അതുപോലെ തന്നെ പുറത്ത് കളയാനുള്ള ശക്തിയുമുണ്ട്. ഇതൊക്കെ എന്തിനാ ഇപ്പൊ എന്നോട് പറയുന്നത്? ദേ ഇത് കണ്ടോ, അപ്പോയിന്റ്മെന്റ് ഓർഡറാ, സൈൻ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചതാ. അപ്പോഴാ നശിച്ച കോള് വന്നത്. ഈ ആശുപത്രി MD ഞാനാണെങ്കിലും മാനേജ്മെന്റ് വേറെയാണെന്ന് അറിയാലോ. അവരെയാ സ്വാധീനിച്ചിരിക്കുന്നത്. അപ്പോ ഡിസിഷൻ മാറി. പറയാൻ വിഷമമുണ്ട്, എങ്കിലും പറഞ്ഞേ പറ്റൂ. ഡോക്ടർ ഇവിടെ ജോലിക്ക് വെക്കേണ്ടെന്ന മാനേജ്മെന്റിന്റെ തീരുമാനം. കാരണം ഒറ്റ ഒരാളാ, തങ്കച്ചി. അവര് ഫിനാൻസ് നടത്തുന്ന സ്ത്രീയാണല്ലോ. മാനേജ്മെന്റിലെ പലരുമായിട്ട് അവർക്ക് സാമ്പത്തിക ഇടപാടുകളുണ്ട്. എന്ത് ചെയ്യാനാ, അവരെ തൃപ്തിപ്പെടുത്തേണ്ടി വന്നോ അവർക്ക്. അപ്പോ എനിക്കിവിടെ ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റില്ല? സോറി ഡോക്ടർ, പറ്റില്ല. ഞാൻ നിസ്സഹായനാണെന്ന് മനസ്സിലായല്ലോ. എല്ലാം മാനേജ്മെന്റിന്റെ ഡിസിഷനാ. എന്ന് വെച്ചാ തങ്കച്ചിയുടെ തീരുമാനം അല്ലേ? അതെ, പണമാണ് ഡോക്ടർ എല്ലാം തീരുമാനിക്കുന്നത്. ഐ ആം വെരി സോറി. സാരമില്ല സർ. പണത്തിന് എന്നെ ജോലിയിൽ നിന്ന് തടഞ്ഞു നിർത്താൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ നേടിയെടുത്ത കുറെ അറിവുകളുണ്ട്. അത് വിലയ്ക്ക് വാങ്ങാൻ ഈ പറഞ്ഞ പണത്തിന് സാധിക്കില്ല. ഇറ്റ്സ് ഓക്കെ സർ. താങ്ക് യു. ജോയിൻ ചെയ്തോ ഡോക്ടറെ? പൂമാലയും ബൊക്കെയൊക്കെ വാങ്ങിയായിരുന്നു. ഇന്ന് ചാർജ് എടുക്കുന്ന പുതിയ ഡോക്ടർക്ക് തരാൻ എല്ലാം വേസ്റ്റ് ആയിപ്പോയി. ഡോക്ടർ എന്താ കരുതിയത്? ഈ തങ്കച്ചി തോണ്ടിയിട്ട് സ്വസ്ഥമായിട്ട് കഴിയാന്നോ? സമ്മതിക്കില്ല ഞാൻ. എവിടെ ചെന്നാലും അവിടെ ഞാൻ ഉണ്ടാവും.